പേട്ടയിൽ നിന്നും 2 വയസ്സുകാരിയെ കാണാതായ സംഭവത്തിൽ മാതാപിതാക്കളുടെ വിരലടയാളങ്ങൾ ശേഖരിച്ചിരിക്കുകയാണ് പോലീസ്. മാതാപിതാക്കളുടെ പശ്ചാത്തലം കണ്ടെത്തുന്നതിന്റെ ഭാഗമായിട്ടാണ് നടപടി. ഏതെങ്കിലും സംസ്ഥാനങ്ങളിൽ ഇവർക്കെതിരെ കേസുകൾ നിലനിൽക്കുന്നുണ്ടോ എന്ന് വിരലടയാളം ഉപയോഗിച്ച് പരിശോധിക്കും. നേരത്തെ നടത്തിയ DNA പരിശോധനയുടെ ഫലം ഇന്നോ നാളെയോ ലഭിക്കും. അഞ്ജു ജയപ്രകാശ് ചേരുന്നു. അഞ്ജു ജയപ്രകാശ്, DNA പരിശോധനാ ഫലം വളരെ നിർണായകമാണ്. അതിനിടയിൽ പോലീസുകാർക്ക് ഇവർ മറ്റേതെങ്കിലും ക്രിമിനൽ സംഘത്തിൽപ്പെട്ടവരാണോ എന്ന സൂചന ലഭിച്ചതിന്റെ അടിസ്ഥാനത്തിലാണോ ഇപ്പോൾ ഈ വിരലടയാള പരിശോധനയിലേക്ക് പോകുന്നത്? അരുൺ, നേരത്തെ തന്നെ ഇക്കാര്യം വളരെ വ്യക്തമായി സൂചിപ്പിച്ചിട്ടുണ്ടായിരുന്നു. ഈ രക്ഷിതാക്കൾ കുട്ടിയെ കിട്ടിയതിന് ശേഷം ശിശുക്ഷേമ സമിതിയിൽ ഏൽപ്പിക്കുന്ന ഘട്ടത്തിലടക്കം, ആശുപത്രിയിലുള്ള സമയത്തടക്കം വലിയ തരത്തിൽ പോലീസ് അന്വേഷണത്തിനോട് വിമുഖത കാട്ടിയിട്ടുണ്ടായിരുന്നു. ഇതടക്കം പോലീസ് നിരന്തരം അവരോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു. കാരണം കുറ്റവാളിയെ കണ്ടുപിടിക്കേണ്ടത് അത്യാവശ്യമാണ്, അതിനാൽ ഇതുമായി സഹകരിക്കണമെന്ന്. പക്ഷേ അവർക്ക് ഏത് വിധേനയും കുട്ടിയെയും കൊണ്ട് തിരിച്ചു പോകുക എന്നത് മാത്രമായിരുന്നു ലക്ഷ്യം. അതിനിടയിലാണ് കുട്ടി ഇവരുടേത് തന്നെയാണോ എന്ന് ഉറപ്പിക്കാൻ വേണ്ടി DNA പരിശോധന ശ്രമിച്ചത്. അത്തരത്തിൽ സാമ്പിളുകൾ ശേഖരിച്ച് അയക്കുകയും ചെയ്തു. പിന്നീട് കുട്ടി ഇത്രയും സമയം അനങ്ങാതെ അവിടെ കിടന്നിട്ടുണ്ടോ, ആരെങ്കിലും മദ്യമോ മറ്റെന്തെങ്കിലും മയക്കിക്കെടുത്താനുള്ള വസ്തുവോ കുട്ടിക്ക് നൽകിയിട്ടുണ്ടെങ്കിൽ അതുകൂടി പരിശോധിക്കാൻ വേണ്ടി കുട്ടിയുടെ രക്തസാമ്പിളുകൾ ശേഖരിച്ചു നൽകി. ഇനി ഇതിന്റെ രണ്ടിന്റെയും റിസൾട്ടിനായിട്ടാണ് പോലീസ് കാത്തു നിൽക്കുന്നത്. അത് ഏത് വിധേനയും ഈ കേസ് അന്വേഷണത്തിന് സഹായകമാകുമെന്നാണ് പോലീസ് കരുതുന്നത്. അതിനൊപ്പം തന്നെ കഴിഞ്ഞ ദിവസങ്ങളിൽ ഈ രക്ഷിതാക്കളുടെയും ബന്ധുക്കളുടെയും മൊഴി പോലീസ് രേഖപ്പെടുത്തിയിട്ടുണ്ടായിരുന്നു. ആ മൊഴികളിൽ ചില വൈരുദ്ധ്യമുണ്ടെന്ന് പോലീസ് കണ്ടെത്തിയിട്ടുണ്ടായിരുന്നു. പിന്നാലെയാണ് ഇവരുടെ ഫിംഗർ പ്രിന്റ് കൂടി പരിശോധിക്കാൻ പോലീസ് തീരുമാനിച്ചത്. ഈ മൊഴികളിലെ വൈരുദ്ധ്യം, ഒപ്പം തന്നെ ഇവർ നിന്ന സംസ്ഥാനങ്ങളിൽ, അതായത് ആന്ധ്രയിൽ ഒരുപാട് കാലം നിന്നിട്ടുണ്ടായിരുന്നു. അവിടെ ആന്ധ്ര പോലീസിന്റെ സഹായത്തോടു കൂടി ഇവർ താമസിച്ച സ്ഥലത്ത് അവിടെയുള്ള സ്റ്റേഷനിൽ ഏതെങ്കിലും തരത്തിലുള്ള പ്രശ്നങ്ങളോ ഏതെങ്കിലും കേസുകളിൽ പെട്ടിട്ടുണ്ടോ എന്ന് അന്വേഷിക്കും. ഒപ്പം തന്നെ ഫിംഗർ പ്രിന്റിന്റെ സഹായത്തോടു കൂടി ഇന്ത്യയിൽ ഏത് സംസ്ഥാനത്ത് ഇവർക്കെതിരെ എന്തെങ്കിലും തരത്തിൽ കുറ്റകൃത്യങ്ങൾ ഉണ്ടെങ്കിൽ അത് കണ്ടുപിടിക്കാനായിട്ടാണ് അത്തരത്തിലൊരു ഫിംഗർ പ്രിന്റ് ഇന്നലെ എടുത്തത്. കഴക്കൂട്ടം ACPയുടെ നേതൃത്വത്തിലായിരുന്നു ഇന്നലെ ആ ഫിംഗർ പ്രിന്റ് പരിശോധന ഉൾപ്പെടെ നടത്തിയിരിക്കുന്നത്. ഇതിന്റെ റിസൾട്ട് ഏതെങ്കിലും തരത്തിൽ ഇവർക്ക് ക്രിമിനൽ പശ്ചാത്തലമുണ്ടോ എന്നത് പരിശോധിക്കാൻ വേണ്ടിയാണ്. ഒപ്പം തന്നെ കഴിഞ്ഞ ദിവസങ്ങളിൽ ഈ കുട്ടിയുമായി ബന്ധപ്പെട്ടിട്ട് കുട്ടിയുടെ പ്രായം, മറ്റു കുട്ടികളുടെ പ്രായം, ഇതൊന്നും രക്ഷിതാക്കൾക്ക് പറയാൻ സാധിക്കാത്ത വിധത്തിലാണുള്ളത്. ഈ രക്ഷിതാക്കളുടെ ഒപ്പമുള്ള ബന്ധുവിനാണ് കുട്ടികളെ കുറിച്ചുള്ള വിശദ വിവരങ്ങൾ പറയാൻ സാധിക്കുന്നത്. അപ്പോൾ വീണ്ടും പോലീസിന് സംശയമായിരിക്കുന്നു, രക്ഷിതാക്കൾക്ക് എന്തുകൊണ്ട് കുട്ടികളെ സംബന്ധിച്ചിട്ടുള്ള വിവരങ്ങളൊന്നും പറയാൻ സാധിക്കുന്നില്ല, ഒപ്പം തന്നെ ഇവരെ കുറിച്ചുള്ള യാതൊരുവിധ തിരിച്ചറിയൽ രേഖകളുമില്ല. ഇതൊക്കെയാണ് പോലീസിനെ ആകെ ആശയക്കുഴപ്പത്തിലാക്കുന്നത്. അതുമായിട്ടാണ് പോലീസ് കുറച്ചുകൂടി ഇവരുടേതാണ് ഈ കുട്ടികൾ, ഈ കുട്ടികൾക്ക് പിന്നീട് ആരും ക്ലെയിം പറയാൻ വരരുത് എന്നത് ഉദ്ദേശത്തോടു കൂടിയാണ് DNA പരിശോധന ഉൾപ്പെടെ നടത്തി അത്തരത്തിലൊരു കാര്യങ്ങൾ പരിശോധിക്കാൻ പോലീസ് തയ്യാറാകുന്നത്. ശരി, അഞ്ജുവാണ് വിവരങ്ങൾ നൽകിയത്. അപ്പോൾ ഈ കേസിൽ ഒരു ട്വിസ്റ്റ് ഉണ്ടാവാൻ പോകുന്നു എന്ന സൂചനയാണ് വരുന്നത്. പക്ഷെ അപ്പോഴും ഈ കുട്ടിയെ കാണാതായപ്പോൾ സ്റ്റേഷനിലെത്തി പരാതി നൽകുന്നത് ഈ കുട്ടിയുടെ മുത്തച്ഛനും അച്ഛനും ഒക്കെയാണ്. അങ്ങനെയാണെങ്കിൽ അവർ പോലീസ് സ്റ്റേഷനിൽ എത്തുമോ എന്ന ചോദ്യവും വളരെ പ്രസക്തമാണ്. പ്രത്യേകിച്ച് ഒരു ക്രിമിനൽ സംഘത്തിൽപ്പെട്ടവരാണെങ്കിൽ തേൻ ശേഖരിക്കാൻ പോകുന്ന നടപടികളാണെന്നും ഇവരെ പരിചയമുണ്ടെന്നും ഒക്കെയാണ് ഓട്ടോറിക്ഷ ഡ്രൈവർമാർ പറഞ്ഞത്. നമുക്കറിയില്ല എന്താണ് സംഭവിക്കുന്നതെന്ന്. എന്തായാലും വിരലടയാളങ്ങൾ പോലീസ് ശേഖരിക്കുന്നു. അത് മറ്റ് സംസ്ഥാനങ്ങളിലെ ക്രിമിനലുകളുടെ വിരലടയാളവുമായി മാച്ച് ചെയ്യും. ഏതെങ്കിലും സംസ്ഥാനത്ത് ഇത്തരത്തിൽ ഇവർ ഒരു കുറ്റകൃത്യം ചെയ്തിട്ടുണ്ടെങ്കിൽ ഈ വിരലടയാള പരിശോധനയിലൂടെ അത് ബോധ്യമാകും. ബയോമെട്രിക് വിവരത്തിൻ്റെ അടിസ്ഥാനത്തിൽ ഇവർ കുറ്റവാളികളാണോ എന്നുള്ളത് ബോധ്യപ്പെടുകയും ചെയ്യും. അതല്ലെങ്കിൽ തീർച്ചയായും കുട്ടിയെ അവർക്ക് പിന്നീട് മെച്ചപ്പെട്ട സാഹചര്യത്തിൽ ഈ കുട്ടിയെ വളർത്താൻ കഴിയുന്ന ഉറപ്പുള്ളൊരു സാഹചര്യത്തിൽ ഈ കുട്ടിയെ ഇവരോടൊപ്പം അയക്കും. അതാണ് ഇപ്പോൾ നമ്മൾ മനസ്സിലാക്കുന്നത്. പക്ഷേ ഇന്ന് വരാൻ പോകുന്ന DNA പരിശോധനാ ഫലം നിർണായകമാണ്. DNA പരിശോധനാ ഫലം എതിരാണെങ്കിൽ ഒട്ടേറെ ചോദ്യങ്ങളുണ്ടാവും. അങ്ങനെയാണെങ്കിൽ അത് അവർക്ക് കുരുക്കായി തീരുകയും ചെയ്യും.